അജയൻ്റെ രണ്ടാം മോഷണം ARM ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു പടമാണ്. സോ ഞാനിപ്പോൾ രാവിലെ 9 മണിക്ക് പടം കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം പറഞ്ഞു, എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രാഫ്റ്റ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. നല്ല എഫേർട്ട് കാണാനുണ്ട് ആ ക്രാഫ്റ്റിനകത്ത്. ടൊവിനോയുടെ ഒരു 3 ക്യാരക്ടേഴ്സ്. ടൊവിനോ ആണ് ടോപ്പ് ടു ബോട്ടം. ഈ പടം ടൊവിനോ ആണ് സ്ക്രീന് മൊത്തം. നമുക്ക് വേറൊരു ക്യാരക്ടറിലേക്ക് ഫോക്കസ് മാറാതെ ടൊവിനോ മാത്രമായിട്ട് കളിക്കുകയാണ് ഈ ഒരു 3 ക്യാരക്ടറിലൂടെ. പിന്നെ എനിക്ക് തോന്നുന്നു ടൊവിനോൻ്റെ അത്ര തന്നെ നമ്മൾ അല്ലേ ഒന്ന് ഫോക്കസ് ചെയ്ത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സുരഭി ലക്ഷ്മിൻ്റെ ക്യാരക്ടറായിരിക്കും. അത് ആ ഇമ്പോർട്ടൻസ് ആണ്. സുരഭി ലക്ഷ്മിൻ്റെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസും ഉണ്ട് ആൻഡ് പെർഫോമൻസും. ലക്ഷ്മി ഉണ്ടായിരുന്നില്ല, സുരഭി ലക്ഷ്മി കിടിലം പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് പക്ഷെ 3 ക്യാരക്ടറിൽ മണിയൻ വാസ് ലൈക്ക് ഒന്നും പറയാനില്ല. മണിയൻ ടൊവിനോന്റെ എൻറ്റയർ കരിയറിൽ അല്ലേ, എനിക്ക് ഇതുവരെ ടൊവിനോന്റെ എല്ലാ മൂവീസും എടുത്തു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് മിന്നൽ മുരളിയാണ്. ബിക്കോസ് സൂപ്പർ ഹീറോ, നമ്മുടെ സൂപ്പർ ഹീറോ മിന്നൽ മുരളി. മണിയൻ അതിക്കും മുകളിലൊരു സൂപ്പർ ഹീറോ ആണ് നമുക്ക് കിട്ടിയത്. സത്യം പറയും, ഒരു ലാർജർ ദാൻ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ഇതിനകത്ത് മറ്റേ ലോജിക്ക് തേങ്ങാ മണ്ടാസൊന്നും തപ്പിയിട്ട് കാര്യമില്ല. ബിക്കോസ് ലാർജർ ദാൻ റിയൽ ലൈഫ് കള്ളൻ്റെ കഥയാണ്. നമ്മൾ കള്ളൻ്റെ കഥ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. കള്ളൻ, ഒരു നാട്, ആ നാട്ടിലൊരു വിഗ്രഹം, എവിടേക്കോ നമുക്ക് പല സിനിമകളുമായിട്ട് കണക്ട് ചെയ്യും. പക്ഷെ സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് മൊത്തം മണി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ ടൊവിനോൻ്റെ ഒരു മേക്ക് ഓവറും ചേഞ്ചും ഉണ്ട്. ആദ്യം തന്നെ വരുന്നത് കേളു അല്ലേ, കേളു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ആദ്യം മണിയൻ്റെ. അതിന് എല്ലാ എൻട്രീസും അടിപൊളിയാണ്, എല്ലാവരുടെ എൻട്രി അടിപൊളിയാണ്, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതികൾ അടിപൊളിയാണ്. ആൻഡ് ചില ഷോട്ടുകളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ചില ഷോട്ടുകളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ ഒരു 1900 അങ്ങനെ എന്തൊക്കെയാണ് കൊല്ലം കാണിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ അതിന് ശേഷം അത് നേരെ വരുന്നത് മുത്തശ്ശൻ്റെ അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് പിന്നെ 1950 60 ആ കാലഘട്ടത്തിലേക്ക് കഥ, രാജഭരണ കാലത്തിലേക്ക് വരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ പിന്നെ കഥ ഷിഫ്റ്റ് ചെയ്യുന്നത് 90കളിലേക്കാണ്, 1990s കഥ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 3 രീതിയിലാണ് ഈ കഥ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ആ 3 കാലഘട്ടത്തിലും 3 ടൊവിനോയുടെ ക്യാരക്ടറും. അതിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ കുറേ മാനറിസവും മണിയൻ്റെ കുറേ സാധനം, ഒരു സാധനമുണ്ട്, ഒരു പവർഫുൾ സാധനമുണ്ട്. കള്ളൻ്റെ കഥയാണെന്നുണ്ടെങ്കിലും ആ കള്ളൻ വാസ് ലൈക്ക് മാൻ, ഒന്നും പറയാല്ലോ അല്ലേ. ഞാൻ പറയട്ടെ, എനിക്ക് സാധാരണ ടൊവിനോട് പടം എനിക്ക് അങ്ങനെ ഞാൻ പറയല്ലേ, എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അതായത് തേർഡ് മറ്റും ബിഹൈൻഡ് ദ ക്യാമറ സ്നേഹാർ നായരാണ് പറയുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് എത്തി. അപ്പോ ഈ ടൊവിനോന്റെ ക്യാരക്ടർ ഞാൻ അങ്ങനെ പറയാറുണ്ട്, എനിക്ക് വലിയ താല്പര്യമില്ല സിനിമ. എനിക്ക് ഞാൻ എപ്പോഴും പറയല്ലോ, എനിക്ക് മോഹൻലാൽ ആ ഒരു ലെവലാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. ടൊവിനോന്റെ ഈ മണിയൻ പറഞ്ഞ ക്യാരക്ടർ പറഞ്ഞല്ലോ, എന്റെ അമ്മോ പൊളി എന്ന് പറഞ്ഞിട്ടല്ലോ. ആ കണ്ണെഴുതിയതും ആ മുടി വെച്ചത്, പിന്നെ അതേപോലെ എന്താ വെച്ചാൽ ആ ക്യാരക്ടർ തീർന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു. മീശ ഇങ്ങനെ ആക്കുന്ന രീതിയും ചിരിയും കാണിക്കലും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സെക്കൻഡ് ഹാഫിന്റെ സീൻ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് വരാം. പിന്നെ എന്താ പറയാ, എനിക്ക് എന്താ ആ ക്യാരക്ടർ തീർന്നു പോവരുതേ നിൽക്കണ്ടേ. എനിക്ക് മറ്റു 2 ക്യാരക്ടർ കാണാൻ ഈ ക്യാരക്ടർ എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ മണിയൻ്റെ ആ ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നേരെ സെക്കൻഡ് ഹാഫിൽ വരുന്നു. സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ അജയൻ കിടക്കുന്നത്. അജയൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് അജയൻ്റെ ക്യാരക്ടർ അവർ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു രീതിയും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും, ഒട്ടും അജയൻ മണിയനെ കവർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ്, അതാണ് ഇതിൽ ഭയങ്കരമായിട്ടുള്ളത്. മണിയനായിട്ട് തന്നെ നിൽക്കുന്നു, അജയനായിട്ട് തന്നെ നിൽക്കുന്നു. കഥ തീരുമ്പോഴും മണിയൻ പവർഫുള്ളായിട്ട് നിൽക്കുന്നു, അജയൻ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് സട്ടിൽ ക്ലാസ് ആയിട്ട്. അങ്ങനെയാണ് ഇതിൽ ഈ 3 ക്യാരക്ടേഴ്സിനെ അവർ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് വേറെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 ക്യാരക്ടർ, ഇതിലെ പ്രൈം 3 ക്യാരക്ടറിന് ഇവർക്ക് കൃത്യമായൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റി. ജിതിൻ ലാൽ ഡയറക്ടർ നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം 3 ടൈം ലൈനിൽ നടക്കുന്ന, നമ്മളെവിടേക്കോ കണ്ട് കുറേ സിനിമയിൽ കാണിച്ച കള്ളൻ്റെ ഒരു കഥ, ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട്, ഒരു മോഷണം, വിഗ്രഹം, കാവ്, പാട്ട്, കൈൻഡ് ഓഫ് അതന്നെ ആ ഒരു നാട്ടിലെ ഇത്, അതൊക്കെ തന്നെ സംഗതികളായിട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലും വളരെ വൃത്തിയായിട്ട് നമ്മളെ എൻഗേജ് ചെയ്ച്ച് അതിനൊപ്പം ഇരുത്തി കൊണ്ടുപോകാൻ പറ്റിയവർക്ക്. അത് ലാഗ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഒട്ടും ലാഗ് അടിച്ചില്ല. ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് അത്ര ഇഷ്ടമായിട്ട്. പിന്നെ കൃതി ഷെട്ടി നമ്മുടെ ടൊവിനോ കൂടി തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ്
ഒട്ടും ക്രിഞ്ചടിച്ചില്ല എന്നാണ്. സാധാരണ ആ സാധനമൊക്കെ ഒരു സിനിമയ്ക്കകത്ത് ഭയങ്കര ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവും, കുത്തിക്കയറ്റിയതാണ് അല്ല. കൃതി ഷെട്ടിക്ക് ഡബ് ചെയ്തത് ആരാ എനിക്കറിയില്ല. അതിൻ്റെ പെർഫെക്റ്റ് ലിപ്സിങ്. കൃതി ഷെട്ടിൻ്റെ മലയാളമൊക്കെ ആ ലിപ്പൊക്കെ കറക്റ്റ് സാധനം അല്ലേ. അല്ല എനിക്ക് അവരുടെ പോർഷൻസ് ഭയങ്കര ഇഷ്ടമായി, ആ രണ്ടുപേരുടെ പോർഷൻസ്. പിന്നെ ഇതിൽ ഒരുപാട് പേരുണ്ട്. ഇവർ രണ്ടുപേരും കോമ്പണികൾ ഏറ്റവും സൂപ്പർ മണിയനും മണിയന്റെ വൈഫായിട്ട്. അയ്യോ സുരഭിന്റെ രക്ഷ, അവർ രണ്ടുപേരും തമ്മിലുള്ള പിന്നെ ശിവജിത്ത്, സുധീഷ്, കുറെ പേരുണ്ട്, അജു വർഗീസ്, ബേസില്, പിന്നെ ഐശ്വര്യരാജ് കുറച്ച് വളരെ സീനിലുള്ള രോഹിണി, ജഗദീഷ് ഉള്ള സീൻ തന്നെ ഭയങ്കര രക്ഷയില്ല. ഉള്ള സീൻ തന്നെ മൂപ്പരൊക്കെ പവറാണ്. ബേസിൽ ജോസഫ് നമ്മൾ എന്നും കാണുന്ന ഒരു ഫ്ലേവറിലല്ല, ഇന്ന് ആ ഫ്ലേവറിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തമാശ ഉണ്ട്, കുറച്ച് ഇതുണ്ട്. പക്ഷെ ഒരു ഓവർ സാധനം ഉണ്ടല്ലോ ബേസിലിൻ്റെ, അതില്ല ഇതിനകത്ത്. ബേസിൽ എങ്ങനെ അറിയാം, സെക്കൻഡ് ഫീൽഡിലാണ് ഇതിനകത്ത്. ലൈക്ക് ടൊവിനോനെ ഇങ്ങനെ ആ ഒരു സംഗതി ഇങ്ങനെ കറക്റ്റ് ആ മീറ്റർ മെയിൻറ്റെയിൻ ചെയ്തു ബേസിൽ. അത് അടിപൊളിയായിരുന്നു ബേസിൻ്റെ ക്യാരക്ടറാണെങ്കിലും. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക, ഒരു ലോജിക്കില്ലായ്മയൊക്കെ തോന്നും ആളുകൾക്ക് ഈ സിനിമയ്ക്കകത്ത്. കാരണം സെക്കൻഡ് ഹാഫിനകത്ത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം കഥ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, കറക്റ്റ് സ്പൂൺ ഫീഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് 1-2 ട്വിസ്റ്റ് എന്നില്ല, 1-2 സാധനങ്ങൾ തിരിയുന്നുണ്ട് ഇതിനകത്ത്. ലൈക്ക് ഈ കഥയുടെ പ്ലോട്ടിൽ നമ്മളെ എക്സ്പെക്റ്റേഷൻസ് ചിലപ്പോൾ ഒന്ന് മാറി ഇങ്ങനെ എന്ന് ചിന്തിച്ചവർ, ലൈക്ക് ചിന്തിച്ച് മനസ്സിലാക്കിയവരുണ്ടാവും. ചിന്തിക്കാതെ ഇങ്ങനെ കാത്തിരിക്കുന്നു, അടിപൊളി എന്നും തോന്നാം അല്ലേ. ആ ഒരു 1-2 ഇത് നമുക്ക് കൂടുതൽ ഇത് റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ചില സിനിമയിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്താൽ നമുക്കൊരു പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, ഇതാണോ ഇത് കറക്റ്റ് സ്പൂൺ ഫീൽ ചെയ്യുന്നുണ്ട്, കറക്റ്റ് എത്തിക്കുന്നുണ്ട് നമുക്ക്. അടിപൊളിയുണ്ട്, പിന്നെ കറക്റ്റ് മനസ്സിലാവില്ല. മ്യൂസിക് ഒന്നും പറയാനില്ല. ദിബു നൈനാൻ തോമസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോനെ എന്ത് കിടനാണ്. ഓരോ ഫ്രെയിമിനും ഓരോ എൻട്രിക്കും അല്ലേ, ഫൈറ്റിനും ഓരോ സ്ഥലത്തും കൊടുക്കുന്ന അതിലൊരു തെയ്യം റിലേറ്റഡ് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു BGM ഒക്കെ നല്ല ക്ലാസ് സാധനങ്ങൾ. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക്, ഞാൻ 2D കണ്ടത്, എനിക്ക് എവിടെയും ഒരു സാധനം അയ്യെന്നൊന്നും തോന്നിയില്ല. നല്ല വർക്കല്ലേ, നല്ല വർക്ക്. കൊട്ടാരത്തിന്റെ സെറ്റാണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമായിട്ടാണ് ആ സാധനങ്ങൾ ചെയ്തിട്ടുള്ളത്. ചില ഷോട്ടുകളുണ്ട് ഇങ്ങനെ പുഴയിൽ കൂടി ഇങ്ങനെ തോണി പോണതും ഭയങ്കര ഭംഗിയിലാണ് ആ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കള്ളം മോഷ്ടിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, വേറെ സംഗതി. ചെറിയ സാധനമാണ്, കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷെ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ, ഭയങ്കര രസമായിട്ട് ആ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാരണം. സിനിമാറ്റോഗ്രാഫിയും ജോമോൻ ടി ജോൺ ഒന്നും പറയാനില്ല, കിടിലനാണ്. ഒരു ഷോട്ടൊക്കെ ഉണ്ട്, മറ്റേ ഗോദയിലേക്ക് പറന്നിറങ്ങുന്ന ഒരു ഷോട്ട്, ഇങ്ങനെ ആകാശത്തുനിന്ന് വന്ന് ഗോദയ്ക്ക് പോകുന്ന ഒരു സാധനം ഉണ്ട് പടക്കം പൊട്ടുമ്പോൾ. അതൊക്കെ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളാണ് അതൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മണിയന്റെ സീനില് ക്യാമറ ഇങ്ങനെ മണിയനെ ചുറ്റും തിരിക്കുന്നത്, ആ ഒരു സീൻ അടിപൊളി സീനായിരുന്നു. ഇതെന്താ പറയുക, ഒരു ലൂപ്പ് പോലെയാണ്, ഒരു ടൈം ലൂപ്പ് പോലെ. ഇങ്ങനെ 3 ക്യാരക്ടേഴ്സ്, 3 കാലഘട്ടം. ഇതിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് ഫസ്റ്റ് കാണിച്ച കേളു എന്ന് പറഞ്ഞ ക്യാരക്ടറും മണി എന്ന് പറഞ്ഞ ക്യാരക്ടറും തമ്മിലുള്ള അതൊരു ലൈക്ക് അതെന്താന്നുള്ളത് പടത്തിൽ എനിക്ക് കണക്ട് ആയില്ല. അത് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഊഹിച്ചെടുക്കേണ്ട ഒരു സാധനമായിട്ടാണ് എനിക്കത് തോന്നിയത്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത്. ആൻഡ് ഒരു കാര്യം ഞാൻ പറയട്ടെ, കുറേ സിനിമകൾ നമ്മൾ എടുക്കുന്നുണ്ട്, പഴയ കാലഘട്ടത്തിലെ സിനിമകളാണ് എടുക്കുന്നത്. ഇറ്റ്സ് ഫൈൻ. പക്ഷെ എന്താ പറയുക, അപ്പോഴാണ് നമുക്ക് ഈ സാധനം മനസ്സിലാവണേ. ലൈക്ക് എന്താ പറയുക, ഇത് എനിക്ക് മാത്രം പേഴ്സണലി ഫീൽ ആയതാണ്. ആ കാലഘട്ടത്തിൽ സ്നേഹനോട് വെച്ചപ്പോൾ സ്നേഹം അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. കീഴ്ജാതിയിൽപ്പെട്ട ആളുകൾക്ക് കുറച്ച് കളർ കുറച്ച്, മേൽജാതിയാണ് പെണ്ണിനെ കാണിക്കാൻ വേണ്ടി നിറം കൂട്ടി. ഇപ്പോഴും സിനിമയിൽ അത് തന്നെയാണ്. അതെന്താ, ഞാൻ ഇത് മോശം പറയുന്നതല്ല, ഞാൻ വ്യത്യസ്തത കാണിക്കാൻ വേണ്ടി, ആ ജാതി വ്യത്യാസം ആ കാലഘട്ടത്തിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തതാണെങ്കിലും എനിക്ക് അതെന്തോ ഭയങ്കര ഒരു ഓക്വേർഡ് സാധനമായിട്ട് തോന്നി. കാരണം മൂന്നാമത് വന്ന് നമ്മുടെ അജയ് എന്ന് പറഞ്ഞ ടൊവിനോന്റെ ക്യാരക്ടറിനെ വാണ്ടഡ്ലി ഭയങ്കര ഡള്ളാക്കി അല്ലേ, ഡള്ളാക്കി. അല്ല ബട്ട് സ്റ്റിൽ കീപ്പ് ചെയ്യും, ഡള്ളാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി അങ്ങനെ ആവശ്യമുണ്ടോ ഒരു കാസ്റ്റ്? ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് അതെന്തോ ഒരു ഓവർഡോസ് പോലെ തോന്നി. എനിക്ക് അത് ഇതാണ് എന്നുള്ളത് കാണിക്കാം. അതായത് എനിക്ക് അങ്ങനെ അതൊരു, ഞാൻ പറയല്ലോ, അത് നമ്മുടെ പേഴ്സണൽ തോന്നൽ മാത്രമാണ്, അതൊന്നും സിനിമേനെ എഫക്ട് ചെയ്യില്ല. ജസ്റ്റ് നമുക്കൊന്ന് തോന്നി, അത് പണം കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമേനെ അതൊന്നും ഒട്ടും ബാധിക്കൊന്നുമില്ലേ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു നാട്
ആ നാട്ടിലെ കള്ളൻ്റെ തലമുറ, ആ കള്ളൻ്റെ തലമുറ എന്താ പറയുക ട്രഷറാണ് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ പോയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എന്താണെന്നുണ്ടെങ്കിലും 3 കാലഘട്ടത്തിൽ കള്ളന്മാരുടെ അല്ലേ. പിന്നെ ഒരു കാര്യം പറയണം, മോഷണം മുതൽ നല്ല സൂപ്പർ അല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ല മൊത്തത്തിലൊരു മറ്റേ ലാലേട്ടൻ്റെ ഒരു കോസ്മിക് സാധനം, അത് ഇന്നലെ ടോവിനോ പറഞ്ഞു, ലാലേട്ടൻ്റെ ഒരു വോയിസ് ഓവർ ഉണ്ട് ഇതിനകത്ത്, ഒരു കോസ്മിക് സ്ലോ സംഗതി, അങ്ങനെ എന്തോ ഒരു സംഗതിയാണ്. അതെ, അല്ല അത് ഇതെന്താ പറയുക, ഈ പടത്തിന്റെ എൻഡിങ്ങിലും പടത്തിന്റെ തുടക്കത്തിലും ഒരു കണക്ഷൻ ഉണ്ട്. അത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞ് ഈ പടം എന്തിൽ ഉറച്ചു നിൽക്കുന്നു, ലൈക്ക് ഈ കോസ്മിക് സാധനം എന്താണെന്ന്, ആ ലൂപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ്. ഒരു ഫെസ്റ്റിവൽ മൂവി, അടിക്കടി, ഒരു വൈബിന് വൈബ്, ലൈക്ക് ത്രില്ലിന് ത്രില്ല്, എല്ലാം ഉണ്ട് അല്ലേ. ഞാൻ ഒരു വട്ടം കൂടി കാണും, എന്താണെങ്കിലും കാണും. അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് വില്ലൻ എന്ന് പറയാൻ മാത്രം അങ്ങനെ എന്താ പറയുക, വില്ലൻ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ക്യാരക്ടറിന്റെ മുകളിൽ നിൽക്കുന്നില്ല, ഒരു കുറെ പേരുണ്ട് വില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള. വേണമെങ്കിൽ അതെ, ഹരീഷ് എന്ന് പറഞ്ഞ അങ്ങേര് ചെയ്ത ഒരു വേണമെങ്കിൽ വില്ലനായിട്ട് പറയാം. സെക്കൻഡ് ഹാഫിൽ വരണം. സഞ്ജു ശിവറാമിന്റെ ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്, അതൊക്കെ ഒരു വില്ലനിസം ഉള്ളത് തന്നെയാണ്. അതെ, അപ്പൊ എന്താണെങ്കിലും ഓവറോൾ ഈ പറഞ്ഞ എന്താ കുറെ വിട്ട് പറയാത്ത സ്പോയിലർ ആയിപ്പോ, ഇല്ല സ്പോയിലർ ആയിപ്പോ. ബട്ട് ഫസ്റ്റ് ഹാഫും അതിനേക്കാൾ കിടിലൻ സെക്കൻഡ് ഹാഫും ആൻഡ് പെർഫോമൻസ്. ടൊവിനോ മാൻ, മണിയൻ എന്നും അല്ലേ, മണിയൻ ഉറച്ചു. എനിക്ക് എന്ത് മണിയന്റെ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡ് അലോൺ സാധനം കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്. വാട്ട് ഈസ് മണിയൻ? അല്ല, മണിയനും സുരഭി ലക്ഷ്മിയും കൂടി ഉള്ള ആ 2 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു സിനിമ വരികയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ചെറുപ്പത്തിലുള്ള സുരഭി മണിയന്റെ ഒരു 5 മിനിറ്റ് മാക്സിമം ഉണ്ടാവുള്ളൂ. ഭാര്യയും ഭർത്താവിന്റെ ഒരു ഭയങ്കര രസമായിട്ടൊരു സംഭവം. എന്താണെങ്കിലും കള്ളന്റെ ജനറേഷൻ, കള്ളന്റെ നാട്, കള്ളൻ എടുത്തുകൊണ്ട് പോയ മോഷണം മുതൽ അതിനൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വണ്ടർഫുൾ മൂവി. ഭയങ്കര രസമുണ്ട്. ആൻഡ് പ്ലസ് കുറെ ഈ പറഞ്ഞ പോലെ മിത്തിക് അങ്ങനെ ഒരു സാധനം ഉണ്ട്, മിത്ത് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അല്ല, ഇതിനകത്ത് മറ്റേ സാധനം ഉണ്ട്, ഒരു ലൂപ്പ് സാധനം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ലൂപ്പ് പരിപാടി ഉണ്ട് ഇതിനകത്ത്. അത് കണക്ട് ആവേണ്ടവർക്ക് കണക്ട് ആവും. പടം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് കാണണം. പണം തുടങ്ങുന്നതിന് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ ആ സാധനം മിസ്സായ പിന്നെ ലാസ്റ്റ് നിങ്ങൾ അയ്യോ ഒത്തോന്ന് പറഞ്ഞിരിക്കേണ്ടത്. കാരണം എൻഡ് ചെയ്യുന്നതും തുടങ്ങുന്നതും ഒരു സ്പോട്ടിലേക്കാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉള്ള പടമായിരുന്നു. എക്സ്പെക്റ്റേഷനൊപ്പം എനിക്ക് കിട്ടി. ഓക്കെ, എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനും ആ എക്സ്പെക്റ്റേഷൻ അങ്ങനെ നിലനിർത്തി തിയേറ്ററിനകത്തും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇത് പറയുമ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. മസ്റ്റ് വാച്ച് എന്നേ ഞാൻ പറയുള്ളൂ. ഇനി കുറേ പടങ്ങൾ ഇന്ന് ഇറങ്ങിയത് കാണാൻ, കിഷ്കിന്ധാകാന്ഡം കാണാനുണ്ട്, കുറച്ച് പടം വരും. പറ. ഇന്ന് രാവിലെ ഞാന് മലപ്പുറത്ത് ട്രിവാൻഡ്രത്തിൽ വന്നു. എന്നിട്ട് ഞാൻ സിനിമയ്ക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. തയ്യാറമാണ് ടൊവിനോന്റെ പടമാണ്. എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ട് ഞാൻ മോഹൻലാൽ പടക്കടി പറഞ്ഞാൽ ചിലപ്പോൾ ചാടിക്കറി പോകും. ടൊവിനോന്റെ പടമാണ്, നോർമൽ ക്യാരക്ടർ ആകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് എനിക്ക് വെറുത്താണ്. ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിലും അല്ല, ട്രെയിനിൽ ഉറങ്ങി എന്നാലും ആ ഒരു ഉഷാറില്ല. എക്സ്പെക്ട് ചെയ്യാതെ കണ്ടുകൊണ്ട് കൊണ്ടു. ഭയങ്കര പൊള്ളിയായിരുന്നു. ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇറവിന്റെ പോസ്റ്റർ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ മാണിക്യം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, ടൊവിനോ അടിപൊളിയായിട്ട്.